ലോകത്തുള്ള എല്ലാ മതങ്ങളും പാവപ്പെട്ടവരെ, വിധവകളെ, അനാഥകളെ, സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരെ ചേർത്തു പിടിക്കുന്നതിന് എല്ലാ മതങ്ങളും വലിയ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. വിശുദ്ധമായ ഇസ്ലാം ഒന്നുകൂടെ കടന്ന് പ്രത്യേകിച്ച് വളരെ മഹത്വവൽക്കരിച്ച ഒരു കർമ്മമാണ് കാരുണ്യ പ്രവർത്തനം എന്നുള്ളത്. നമ്മൾ എങ്ങനെ കൊടുക്കുന്നു എന്നല്ല, വലിയ വലിയ സഹായങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത്, പുഞ്ചിരി പോലും ധർമ്മമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. നമുക്ക് സാമ്പത്തികമായിട്ട് കഴിയുകയാണെങ്കിൽ അങ്ങനെ, ശാരീരികമായി കഴിയുകയാണെങ്കിൽ അങ്ങനെ, എങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ കൊണ്ട് മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് കൊടുക്കാൻ കഴിയും ആ രീതിയിലൊക്കെ ചെയ്ത് മുന്നോട്ട് പോവാം. ഇതൊക്കെയാണ് നമുക്ക് ബാക്കിയുണ്ടാവുക. ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന പ്രതീക്ഷ ചാരിറ്റബിളിന്, ഈ ട്രസ്റ്റിന്, അതിലാരൊക്കെയാണോ അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിപാടി തറയിട്ടാൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന പ്രതീക്ഷ ട്രസ്റ്റ് റംദാൻ കിറ്റ് വിതരണം ചെയ്തു. കൂട്ടാലുങ്ങൽ മഹൽ ഖത്തീബ് മുഹമ്മദ് അലി ഫാളിനി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഏറെക്കാലമായി നമുക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രതീക്ഷ ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ നാട്ടിലെ പരിസര പ്രദേശങ്ങളിലെ പാവപ്പെട്ടവർക്ക് ഒരു താങ്ങും തണലുമായി എന്നും കൂടെ നിന്നുകൊണ്ട് കഴിയും പ്രകാരം സേവന പ്രവർത്തന രംഗങ്ങളിൽ, ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട് ഈ പ്രതീക്ഷ ചാരിറ്റബിൾ ട്രസ്റ്റ്. നമ്മളൊക്കെ മനുഷ്യരാണ്. മനുഷ്യർ പരസ്പരം സഹോദരങ്ങളാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ സഹോദരൻ്റെ സുഖദുഃഖങ്ങളിൽ പങ്കുകൊള്ളുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ബാധ്യതയാണ്. ഇന്ന് ഏറ്റവും നമ്മൾ കൂടുതൽ കണ്ടുവരുന്നത് മനുഷ്യന്റെ സുഖങ്ങളിൽ, അവന്റെ സന്തോഷങ്ങളിൽ അഭിരമിക്കാനും കൂട്ടുകൂടാനും അവനോടുകൂടെ പങ്കുചേരാനുമാണ് ഏറ്റവും നമ്മളൊക്കെ തയ്യാറാവാറുള്ളത്. എന്നാൽ അതിനപ്പുറം ഒരു മനുഷ്യൻ പ്രയാസപ്പെടുന്ന സമയത്ത്, കഷ്ടത അനുഭവിക്കുന്ന സമയത്ത്, വേദനകൾ അനുഭവിക്കുന്ന സമയത്ത് അവന്റെ കൂടെ നിൽക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ അവന്റെ ധർമ്മം യഥാർത്ഥത്തിൽ പൂർണ്ണമാകുന്നത്. തറയിട്ടാൽ അധ്യക്ഷത വഹിച്ചു. പള്ളിക്കൽ പഞ്ചായത്ത് മെമ്പർ റഹീം തോട്ടോളി, ഫൈസൽ പി ടി, സലാം പി എ, ചിങ്ങൻ മുസ്തഫ ഹാജി, സക്കറിയ പി ടി, നൌഫൽ കൂട്ടാലുങ്ങൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മഹതിയായ പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക് 2 കുഞ്ഞുങ്ങളുമായിട്ട് വയറൊട്ടിയ, മെലിഞ്ഞ, ആകെ ക്ഷീണിച്ച അവശയായ ഒരു സ്ത്രീ കടന്നു വരുന്നുണ്ട്. ആയിഷ ബീവിക്ക് ആ സ്ത്രീയെയും കുട്ടികളെയും കണ്ടപ്പോൾ വല്ലാതെ വേദന തോന്നി. നേരെ വീടിന്റെ അകത്തളത്തേക്ക് പോയിട്ട് വല്ലതും ഉണ്ടോന്ന് പരതി നോക്കി. ആകെ കിട്ടിയത് ഒരു ഈത്തപ്പഴമാണ്, ഒരു കാരക്കയാണ് കിട്ടിയത്. ആ ഉമ്മച്ചി അതിനെ ചീളുകളാക്കിയിട്ട് തന്റെ വിശന്ന് പൊരിയുന്ന ആ 2 മക്കൾക്കത് വീതിച്ചു കൊടുക്കുകയാണ്. വല്ലാതെ വേദന വന്നു. ആ വീട്ടിൽ വേറെ ഒന്നുമില്ല. അവിടുത്തെ പ്രിയ ഭർത്താവ് പ്രവാചക പ്രഭു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നപ്പോൾ ഈ വിവരം അതുപോലെ തന്നെ അങ്ങ് പറഞ്ഞു കൊടുത്തു. അപ്പൊ അവിടുന്ന് പറഞ്ഞ വാചകമുണ്ട്, ആ 2 പെൺമക്കളെ, ആ ഉമ്മയെ, അവിടുത്തെ സംരക്ഷണം ഏറ്റെടുക്കുന്നവരാരോ, അവരുടെ വിശപ്പകറ്റുന്നവരാരോ, അവർക്ക് നരകത്തിലേക്കുള്ള ഒരു മറയായിരിക്കും ഈ കുഞ്ഞുങ്ങളും ആ ഉമ്മയും എന്ന് അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ ഇസ്ലാം കാരുണ്യത്തിന്റെ വിശാലമായ വഴികൾ തുറന്നിട്ട മതമാണ് വിശുദ്ധമായ ഇസ്ലാം. എല്ലാ മതങ്ങളും അങ്ങനെ തന്നെയാണ്. മനുഷ്യനെ ചേർത്ത് പിടിക്കണം. ഭൂമിയിലുള്ളവരോട് നമ്മൾ കരുണ കാണിച്ചാൽ ആകാശത്തിന്റെ അധിപൻ യജമാനനായ പടച്ച തമ്പുരാൻ നമ്മോടും കരുണ കാണിക്കുമെന്ന പ്രവാചക വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്താൻ ശ്രമിക്കണം എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ വചനത്താൽ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് വാക്കുകൾ അവസാനിപ്പിക്കുന്നു.